ഹൗ ടു റാങ്ക് യുവർ വെബ്സൈറ്റ് ഓൺ ഗൂഗിൾ. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ എന്തിനാണ് ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്യുന്നത്? നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസുമായി ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റ് റാങ്ക് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് ആദ്യം നോക്കാം. സപ്പോസ് ഞാനിപ്പോൾ ഒരു കാര്യം സെർച്ച് ചെയ്യാൻ ഗൂഗിളിൽ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞുകൊണ്ട്, അപ്പോൾ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ കൊച്ചി സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓൺലൈൻ പ്രസൻസ് ഉണ്ട് എന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു വെബ്സൈറ്റോ ബ്ലോഗോ എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ ഒരു യൂസർ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ കൊച്ചി സെർച്ച് ചെയ്യുമ്പോൾ ആൾക്ക് ആവശ്യം കൊച്ചിയിലെ ഒരു ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്. ആൾ കാണുന്നത് ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിനിൽ ഈ കാണിക്കുന്ന ആദ്യത്തെ റിസൾട്ടുകളാണ്. അതിന് ശേഷം താഴെ പോകും, താഴത്ത് നമുക്ക് പല റിസൾട്ടും കാണിക്കും. പക്ഷേ ഈ കാണിക്കുന്ന ആദ്യത്തെ റിസൾട്ട് മാത്രമാണ് ആൾ കൂടുതൽ വിസിബിൾ ആവുകയും അവിടെയാണ് ആൾ ഏറ്റവും കൂടുതൽ ക്ലിക്ക് ചെയ്യാൻ ചാൻസ്. അതുവഴി നിങ്ങൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു നിങ്ങളുടെ വെബ്സൈറ്റ് ട്രാഫിക് വരികയോ അല്ലെങ്കിൽ ഒരു സെയിൽസ് നടക്കുകയോ ഒരു ബ്രാൻഡിങ് വർദ്ധിപ്പിക്കാനും പറ്റും. അപ്പോൾ റാങ്കിങ് ചെയ്യുന്നുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് നല്ല വിസിബിലിറ്റി കിട്ടും. ഗൂഗിളിൽ നമുക്ക് നല്ല വിസിബിലിറ്റി ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാര്യം, വിസിബിലിറ്റി കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം ട്രാഫിക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. അത്യാവശ്യം ട്രാഫിക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത്യാവശ്യം സെയിൽസ് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ റീസൺ നിങ്ങളുടെ സൈറ്റ് നിങ്ങൾ ഗൂഗിൾ റാങ്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഗൂഗിളിൽ റാങ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള, നിങ്ങളുടെ പേജിലേക്കോ നിങ്ങളുടെ പോസ്റ്റിലേക്കോ ആവശ്യമായിട്ടുള്ള ഒരു കോണ്ടൻറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എങ്ങനത്തെ ടൈപ്പ് കോണ്ടൻറ്റ് എന്ന് വെച്ചാൽ ആൾക്കാർ എന്താണ് സെർച്ച് ചെയ്യുന്നത് അതിന് കറസ്പോണ്ടിങ് ഉള്ള ഒരു കോണ്ടൻറ്റാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സപ്പോസ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നത് കഫേ ഷോപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യും. കഫേ ഷോപ്പിന് സെർച്ച് ചെയ്യുമ്പോൾ എനിക്കിവിടെ ഒട്ടനവധി അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് കാണിക്കുന്നുണ്ട് അല്ലേ, സെർച്ച് ക്വറീസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, കഫേ ഷോപ്പ് നെയിംസ്, കഫേ ഷോപ്പ് ഡിസൈൻസ്, ഇൻറ്റീരിയർ ഡിസൈന്, നിയർ ബി, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പീപ്പിൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കഫേ ഷോപ്പ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തു. അപ്പോൾ കഫേ ഷോപ്പ് ഇൻ കൊച്ചി ഞാൻ കുറച്ചുകൂടി ഒന്ന് ബെറ്ററാക്കി, ബെസ്റ്റ് കഫേ ഇൻ കൊച്ചി ഫോർ കപ്പിൾസ്. നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ സെർച്ച് ക്വറിയിലാണ് നിങ്ങൾക്ക് റാങ്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ സെർച്ച് ക്വറിയെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് കീവേഡ്. അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായി ബന്ധപ്പെട്ട കീവേഡ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന കീവേഡ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കഫേ ഇൻ കൊച്ചി ഫോർ കപ്പിൾസ് എന്നാണ്. സോ സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞാൽ ചൂസ് റൈറ്റ് കീവേഡ്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കീവേഡ് ചൂസ് ചെയ്തു. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ആ ഒരു പർട്ടിക്കുലർ സെർച്ച് ക്വറി നിങ്ങളെടുത്ത ആ കീവേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോസ്റ്റോ ഒരു പേജോ നിങ്ങളുടെ വെബ്സൈറ്റിൽ ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയെന്ന്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പോസ്റ്റോ ഒരു പേജോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇവിടെ ഞാനെടുത്ത കീവേഡ് എന്തായിരുന്നു, ബെസ്റ്റ് കഫേ ഇൻ കൊച്ചി ഫോർ കപ്പിൾസ്. അതിൻ്റെ ബേസിൽ ഞാൻ ഒരു കോണ്ടൻറ്റ് എഴുതി, നിങ്ങൾക്കിവിടെ കാണാം. ഈ കോണ്ടൻറ്റ് ഞാനിപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ്, പബ്ലിഷ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ വേർഡ് പ്രസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ CMS ഉപയോഗിച്ചുകൊണ്ടാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും പോസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ പോസ്റ്റിൽ നിങ്ങൾ വന്ന് ആഡ് ന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ എന്താണ്, ആ പോസ്റ്റിൽ ഈ കോണ്ടൻ്റ് എല്ലാം നമ്മളിവിടെ എന്ത് ചെയ്യണം, കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തു, ബെസ്റ്റ് കഫേ ഇൻ കൊച്ചി ഫോർ കപ്പിൾസ് എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പോസ്റ്റിൻ്റെ ടൈറ്റിലായി എടുക്കുകയും അതിന് കറസ്പോണ്ടിങ് ഞാൻ എന്ത് ചെയ്തു 4 കഫേസാണ് ഞാനിപ്പോൾ എടുത്തേക്കണേ. എനിക്ക് ഈ കഫേസ് എന്ത് ചെയ്യണം, എനിക്ക് ഈ ലിസ്റ്റ് ഡൗൺ ചെയ്ത കഫേസ് എനിക്ക് എന്ത് ചെയ്യണം, ഹെഡിങ് ആക്കി മാറ്റണം. ഇവിടെ പാരഗ്രാഫ് എന്ന ഓപ്ഷൻ നിങ്ങൾ മാറ്റിക്കൊണ്ട് ഹെഡിങ് ആക്കി കൊടുത്ത് അത് ഹെഡിങ് 2 ആയി മാറും, സബ് ഹെഡിങ്സായി മാറും. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് ആക്കി മാറ്റാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് ആക്കി മാറ്റാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് ആക്കി മാറ്റാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പോസ്റ്റ് കുറച്ചൊരു അട്രാക്റ്റീവ് ആക്കണം. നമുക്ക് എന്ത് വേണം, ഇതിൽ ഇമേജ് ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ ഇമേജ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് എൻ്റർ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലസ് എന്ന ബട്ടൺ കാണാം, ആഡ്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താഴെ വന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലിക്ക് ഓൺ ഇമേജ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഇമേജുകൾ ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഓൾറെഡി URL കൊടുക്കാൻ പറ്റും. ഓൾറെഡി ഇവിടെ ലൈബ്രറി ഉണ്ടെങ്കിൽ അതെടുക്കാൻ പറ്റും. സോ സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റ് നിങ്ങൾ അട്രാക്റ്റീവ് ആക്കുക.
നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പോസ്റ്റ് അട്രാക്റ്റീവ് ആക്കി നമ്മളതിൽ ഇമേജ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. നമുക്കവിടെ കാണാൻ പറ്റും. ഇവിടെ ഹെഡിങ് കൊടുത്തു, ഞാൻ സബ് ഹെഡിങ്സ് കൊടുത്തു. കറസ്പോണ്ടിങ് എന്ത് ചെയ്തു, പോസ്റ്റ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഇമേജും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോസ്റ്റ് പബ്ലിഷ് ചെയ്യുക. ഇവിടെ പബ്ലിഷ് എന്ന ബട്ടൺ കാണാൻ പറ്റും. സോ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്, പബ്ലിഷ് ചെയ്യണം. അപ്പോൾ സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റ് അല്ലെങ്കിൽ പേജ് പബ്ലിഷ് ചെയ്യുക എന്നാണ്. സോ ഞാൻ അവിടെ പബ്ലിഷ് ചെയ്യാണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വ്യൂ പോസ്റ്റ് കാണാൻ ഓപ്ഷൻ ആയിരിക്കും. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ ലിങ്ക് ഇൻ ന്യൂ ടാബ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്താണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുകയാണ്, ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ബെസ്റ്റ് കഫേ ഇൻ കൊച്ചി ഫോർ കപ്പിൾ സെർച്ച് ചെയ്ത് നമുക്ക് എന്താണ് ഇത്രയും റിസൾട്ടുകളാണ് നമുക്കിവിടെ കാണിക്കുന്നത് അല്ലേ. ഈ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഈ റിസൾട്ടിൽ നമുക്ക് 3 കാര്യമാണ് എടുത്ത് കാണിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ URL എന്ന് പറയുന്നു. ഈ രണ്ടാമത്തെ എന്ന് പറയുന്നത് ടൈറ്റിൽ ടാഗ് എന്ന് പറയുന്നു. ഇത് നമ്മൾ മെറ്റാ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ 3 കാര്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പോസ്റ്റിലും ചേഞ്ച് വരുത്തണം. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. സോ സ്റ്റെപ്പ് 6 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ദി URL, ടൈറ്റിൽ ടാഗ് ആൻഡ് മെറ്റാ ഡിസ്ക്രിപ്ഷൻ. സോ നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ വീണ്ടും ബാക്ക് ടു ഡാഷ്ബോർഡ് പോവുകയാണ്. വേർഡ്പ്രസിൻ്റെ നമ്മൾ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. പ്ലഗിനിൽ പോവുകയാണ്. പ്ലഗിനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആഡ് ന്യൂ പ്ലഗിൻ ക്ലിക്ക് ചെയ്യുകയാണ്. ആഡ് ന്യൂ എന്ന ഓപ്ഷൻ കാണായിരിക്കും. ആഡ് ന്യൂവിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് മാത്ത് SEO എന്ന് സെർച്ച് ചെയ്യുകയാണ്. റാങ്ക് മാത്ത് SEO പ്ലഗിൻ. റാങ്ക് മാത്ത് SEO പ്ലഗിൻ എന്ന പ്ലഗിൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേഷൻ ആക്കുക. ആക്ടിവേഷൻ ആക്കിയ ശേഷം നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങൾ നേരെ തിരിച്ച് നിങ്ങളുടെ പോസ്റ്റിലേക്ക് പോവുക. ഓൾ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓൾ പോസ്റ്റ്, നിങ്ങളുടെ പോസ്റ്റ് ക്ലിക്ക് ഓൺ എഡിറ്റ്. ഇവിടെ നിങ്ങൾക്ക് റാങ്ക് മാത്ത് പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു ഡാഷ്ബോർഡ് കാണാം. ഈ ഒരു പർട്ടിക്കുലർ ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് സ്നിപ്പറ്റ് എന്ന ഓപ്ഷൻ കാണാൻ പറ്റും. ക്ലിക്ക് ഓൺ എഡിറ്റ് സ്നിപ്പറ്റ്. ഇവിടെ നമ്മൾ എന്താണ് ടൈറ്റിൽ റീറൈറ്റ് ചെയ്യാണ്. അതുപോലെ നമ്മൾ എന്താണ് URLും റീറൈറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് റീറൈറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ടൈറ്റിൽ ഞാൻ കൊടുത്തു ബെസ്റ്റ് കഫേ ഇൻ കൊച്ചി ഫോർ കപ്പിൾസ് യു മസ്റ്റ് വിസിറ്റ്. പെർമ ലിങ്ക് കൊടുത്തു ബെസ്റ്റ് കഫേ ഇൻ കൊച്ചി ഫോർ കപ്പിൾസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തു. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാണ്, നമുക്കിത് ക്ലോസ് ചെയ്യാം. ഇവിടെ സേവ് എന്ന ബട്ടൺ ഉണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് സേവ് ആണ്. ഇത് ക്ലോസ് ചെയ്യുക. ക്ലിക്ക് ഓൺ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. അഗൈൻ നമ്മൾ എന്താ വ്യൂ പോസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ URL ചേഞ്ച് ആയിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ URL ചേഞ്ച് ആയി അല്ലേ. ഇനി മൗസിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബെസ്റ്റ് കഫേ ഇൻ കൊച്ചി ഫോർ കപ്പിൾസ് യു മസ്റ്റ് വിസിറ്റ് എന്ന ടൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ സ്റ്റെപ്പ് 7 എന്ന് പറഞ്ഞാൽ റാങ്ക് മാത്ത് SEO എന്ന പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അതുവഴി ടൈറ്റിലും മീറ്റയും URLും നമ്മൾ ചേഞ്ച് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിഷ് ചെയ്ത കോണ്ടൻറ്റ് നമുക്ക് ഗൂഗിളിനെ അറിയിക്കണം. അപ്പോൾ അത് എങ്ങനെ അറിയിക്കാമെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി മുമ്പ് ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. റാങ്ക് മാത്ത് പ്ലഗിൻ ഒരു പ്ലഗിൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. നമുക്ക് ആ പ്ലഗിലേക്ക് പോവാം. സോ നമുക്കറിയാം, ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ റാങ്ക് മാത്ത് എന്ന പ്ലഗിൻ കാണാം. ഈ പ്ലഗിൻ നിങ്ങൾ എന്ത് ചെയ്യണം, ജനറൽ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, വെബ് മാസ്റ്റർ ടൂൾസ്. ക്ലിക്ക് ഓൺ വെബ് മാസ്റ്റർ ടൂൾസ്. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് സെർച്ച് കൺസോൾ വെരിഫിക്കേഷൻ പേജ് എന്നൊരു ലിങ്ക് കാണാം. ക്ലിക്ക് ഓൺ ദിസ് ലിങ്ക്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഗൂഗിൾ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഓണർഷിപ്പ് വെരിഫൈ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ജിമെയിലാണ് ഇതിൻ്റെ ഓണർ എന്ന് നമുക്ക് ഗൂഗിളിനെ അറിയിക്കണം. അതുവഴിയാണ് ഗൂഗിൾ നിങ്ങളുടെ കോണ്ടൻറ്റ് ക്രോളിങ് ചെയ്യുകയും ബാക്കി നമുക്കെല്ലാ ഡീറ്റെയിൽസും ഡാറ്റാസും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടി കൊണ്ട് നമുക്കത് ചെയ്യാം. ഈ ഒരു കോഡ് നമ്മൾ കോപ്പി ചെയ്യുക. നേരെ തിരിച്ചിവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഈ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ഈ ഒരു സെക്ഷനിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പേസ്റ്റ് ചെയ്യുക. താഴെ വരിക. ഇവിടെ സേവ് ചേഞ്ച് എന്ന ഓപ്ഷൻ ആയിരിക്കും. ക്ലിക്ക് ഓൺ ദ സെയിം. നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ആ കോഡ് ഇവിടെ സേവ് ആയിരിക്കും. വീണ്ടും തിരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്, വെബ് മാസ്റ്റർ സെൻട്രൽ എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്ക് തിരിച്ചു വരിക. ഇവിടെ വെരിഫൈ എന്നൊരു ബട്ടൺ കാണാം. ക്ലിക്ക് ഓൺ വെരിഫൈ.
അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രീൻ ടിക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ ഓണർഷിപ്പ് ഇത് വെരിഫൈ ചെയ്തു എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, നിങ്ങൾ വെരിഫൈ ചെയ്തു. ഇനി ക്ലിക്ക് ഓൺ സെർച്ച് കൺസോൾ. അപ്പോൾ ഈ കാണുന്നതാണെന്ത് ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കോണ്ടൻറ്റ്, അത് വെബ്സൈറ്റ് ഡാറ്റസൊക്കെ നമ്മൾ ഗൂഗിളിനെ അറിയിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണം. ആ ഒരു ഇതിനെ വിളിക്കുന്ന പേരാണെന്ത് സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസിയായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിൻ്റെ സൈറ്റിലെ ഡാറ്റകൾ, എത്ര പേജ് ഉണ്ട്, എത്ര പോസ്റ്റ് ഉണ്ട്, എവിടെയൊക്കെയാണ് ഈ കിടക്കുന്നത്, എങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്, ഈ ഡാറ്റസ് മൊത്തം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗൂഗിൾ സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് വീണ്ടും തിരിച്ച് റാങ്ക് മാപ്പ് എന്ന ടൂളിൽ പോവുകയാണ്. ഇവിടെ നിങ്ങൾക്ക് സൈറ്റ് മാപ്പ് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം. ക്ലിക്ക് ഓൺ സൈറ്റ് മാപ്പ് സെറ്റിങ്സ്. ഇവിടെ നിങ്ങൾക്ക് ആ സൈറ്റ് മാപ്പ് കാണാൻ പറ്റും. ക്ലിക്ക് ഓൺ സൈറ്റ് മാപ്പ്. ഈ സൈറ്റ് മാപ്പിനെ വിളിക്കുന്ന പേരാണ് XML സൈറ്റ് മാപ്പ്. അപ്പോൾ ഈ സൈറ്റ് മാപ്പാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അവിടെ കോപ്പി ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ പോസ്റ്റാണ്, ഏതൊക്കെ പേജാണ്, ഏത് കാറ്റഗറി എടുത്തേക്കാണ് നമുക്ക് കാണാം. നിങ്ങൾ ഈ പോസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കറൻ്റ് ഇത്രയും പോസ്റ്റിന് ക്രോൾ ചെയ്യാം എന്നുള്ള പെർമിഷൻ നമുക്ക് കൊടുത്തേക്കാണ്. കണ്ടോ? നേരെ വീണ്ടും നമ്മൾ എന്താണ് സെർച്ച് കൺസോളിലേക്ക് വരികയാണ്. സൈറ്റ് മാപ്പ് എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും. ക്ലിക്ക് ഓൺ സൈറ്റ് മാപ്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ആ സൈറ്റ് മാപ്പ് പേസ്റ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, നമ്മൾ ഓൾറെഡി ഇത്രയും സെക്ഷൻ ഇവിടെ അവൈലബിൾ ആണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇത്രയും മാത്രം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഈ ബട്ടൺ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സക്സസ് എന്ന് കാണിക്കും. എന്ന് പറയുമ്പോൾ എത്ര URL ആണ് അവരെടുത്തേക്കണേ, ഇത്ര URL നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ സബ്മിറ്റ് ചെയ്തു. ഇനി എന്ത് ചോദിച്ചാൽ ഗൂഗിളിൽ ക്രോളേഴ്സ് എന്ത് ചെയ്യും, വന്നത് ക്രോൾ ചെയ്യും. അപ്പോൾ നമ്മൾ സൈറ്റ് മാപ്പ് കാര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഈ ഗൂഗിളാണ് ക്രോളേഴ്സ് വന്ന് ക്രോൾ ചെയ്യുക ഡാറ്റ. അപ്പോൾ ഇനി റാങ്കിങ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ പല കാര്യങ്ങളും നോക്കും. നിങ്ങൾ ക്വാളിറ്റി ഓഫ് കോണ്ടൻറ്റ്, പല അതർ ഫാക്ടേഴ്സ്, പിന്നെ കോമ്പറ്റീഷൻ ഓഫ് കീവേഡ്, അങ്ങനെ പല കാര്യങ്ങളും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, ഗൂഗിൾ നിങ്ങളെ റാങ്ക് ചെയ്യിക്കുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഗൂഗിൾ റാങ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണണം. എത്ര പേര് വ്യൂ ചെയ്തു, ഏത് ലൊക്കേഷനിൽ വരുന്നത്, ഈ ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് കാണിക്കാൻ പോകുന്നത്. അതിനുപയോഗിക്കുന്നൊരു പ്ലഗിനാണ് മോൺസ്റ്റർ ഇൻസൈറ്റ് എന്ന പ്ലഗിൻ. അപ്പോൾ ആ പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പ്ലഗിനിൽ പോവുക, ആഡ് ന്യൂ പ്ലഗിൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, മോൺസ്റ്റർ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ പ്ലഗിൻ സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഓൾറെഡി ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മോൺസ്റ്റർ ഇൻസൈറ്റ് എന്ന പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേഷൻ ആക്കിയിട്ടുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ആക്ടിവേഷൻ ആയി വളരെ എളുപ്പമാണ് ചെയ്യാൻ. നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബ് വീഡിയോസ് അവൈലബിൾ ആണ്. അത് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഓൾറെഡി ക്രോൾ ചെയ്ത് ഡാറ്റ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആരൊക്കെയാണ് ഇവിടെ നിന്ന് വരുന്നത്, ഏതൊക്കെ പേജ് വ്യൂ ചെയ്തു, എത്ര പേജ് വ്യൂസ് ഉണ്ട്, എത്ര വേണം കറണ്ടിലുള്ളത്, ഇതേപോലെ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യും കിട്ടും, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യും, ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാം കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു വെബ്സൈറ്റ് ഗൂഗിളിൽ റാങ്ക് ചെയ്യാൻ ചെയ്യേണ്ടത്.